നമസ്കാരം. ഈ ഓണനാളിൽ നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചേരുന്നത്. സ്പീക്കറെ നമസ്കാരം. നമസ്കാരം. ഓണനാളാണ്. അങ്ങയെ സംബന്ധിച്ച് പുതിയൊരു പദവി, കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന പദവിയിൽ ഇരിക്കുമ്പോഴുള്ളൊരു ഓണമാണ്. അപ്പോൾ ഈ ഓണത്തിന് എന്തുകൊണ്ടൊരു പുതിയ ഒരു വിശേഷം തന്നെയാണ്, ഒരു പ്രത്യേകത കൂടിയുണ്ട്. UDF വലിയ രീതിയിൽ അഭിമാനത്തോടുകൂടി അധികാരത്തിലെത്തി നിൽക്കുന്ന സമയമാണ്. എങ്ങനെ അപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? ഈ ഓണം സാധാരണഗതിയിൽ ഓണം എന്ന് പറയുന്നത് മുഴുവൻ മലയാളിക്കും വളരെ സന്തോഷകരമാണ്. അവരുടെ ആഹ്ലാദത്തിൻ്റെ നാളുകളാണ് ഓണച്ചിന്തകളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഓണം കുറച്ചുകൂടി ജനങ്ങൾക്ക് താല്പര്യം കൂടുകയും ചെയ്യും. കാരണം സാധാരണഗതിയിലുണ്ടാകുന്ന ടെൻഷൻസ് ഇല്ലാതെ ജനങ്ങളെല്ലാം സമാധാനത്തോടു കൂടി ഒരു ഓണം ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം മലയാളികൾക്ക് വളരെ നിറഞ്ഞ സന്തോഷത്തിൻ്റെ കാലഘട്ടമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സ്പീക്കറായതിനു ശേഷമുള്ള ഒരു ഓണമായതുകൊണ്ട് നിയമസഭയിലും അച്ഛനൊക്കെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ രണ്ട് വശം നമ്മൾ കാണണ്ടേ. ഒന്ന്, മഹാപ്രളയം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ ഒരു ഭാഗത്തുള്ള ആളുകൾ അവരതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആഘോഷത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരും എന്നെനിക്കൊരു തോന്നലില്ല. എന്നാൽ പോലും ഓണമാകുമ്പോൾ ഓണച്ചിന്ത ഈ എല്ലാ വിഷമങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ജനങ്ങളുടെ ഒരു പൊതുവികാരമുണ്ട്. അതുകൊണ്ട് ഈ ഓണം ആഘോഷകരമായ ഓണം തന്നെയാണ്, സന്തോഷകരമായ ഓണമാണ്. അത് കൂടുതൽ ഫലപ്രദമാവട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഓണം ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങക്ക് പെട്ടെന്ന് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ സാധാരണഗതിയിൽ ഓണം കാലത്ത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെയൊക്കെ ഉണ്ടായിരുന്ന സഹോദരങ്ങളൊക്കെ എന്നൊരു കാലം ഓർമ്മ, സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രസകരമായ ഒരു ഓണം ഓർമ്മകൾ അങ്ങേക്ക് എന്തായിരുന്നു? അല്ല, ഓണക്കാലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത ഫസ്റ്റിൽ പോകുന്ന എവിടെയാണ്? നമ്മൾ കൊച്ചായിരുന്നപ്പോൾ നിഷ്കളങ്കമായ ഒരു കളിച്ചിരി, തമാശകൾ, പൊട്ടിച്ചിരി, ആളുകളുമായിട്ട് ആഹ്ലാദത്തോടു കൂടി കഴിയുന്ന ഒരു പൂമ്പാറ്റ പറന്ന് പോകുന്നത് പോലെ ഒരു ചിന്തയാണ് ഒരു കൊച്ചുകുട്ടിക്ക് ഓണത്തെക്കുറിച്ചുള്ള ചിന്ത. അതുകൊണ്ട് ആ ഓണനാളുകളിലെ നമ്മുടെ ഓർമ്മയെന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത ഓർമ്മകളാണ്, എന്നും മനസ്സിൽ പച്ച പിടിച്ചിരിക്കുന്ന ഓർമ്മകളാണ്. അച്ഛനമ്മയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഓണക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? രസമാണ്. ഈ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെയാണോ? അത് അത്തപ്പൂവൊക്കെ ഇട്ട് ഈ പൂക്കളൊക്കെ പറക്കി അത്തപ്പൂവൊക്കെ ഇടുന്നതിന് വേണ്ടി കൊണ്ടുവച്ച് അവരും കൂടെ നമ്മളെ കൂടെ എല്ലാവരും കൂടെ കൂട്ടും. എല്ലാവരും അതിനകത്ത് ഓരോ എതളെങ്കിലും വെക്കും. അങ്ങനെ ആ പൂക്കളം പൂർത്തിയാക്കും. അത് അങ്ങനത്തെ ഒരു കാലം. ഇന്നത്തെ കാലം വരുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. നമ്മൾ കുറച്ചുകൂടി മുതിർന്ന തലമുറ. അന്നത്തെ അച്ഛൻ്റെയും അമ്മയുടെയും റോളിലേക്ക് എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും അന്ന് നമുക്ക് പറഞ്ഞു തന്ന പാഠം നമുക്ക് പ്രാവർത്തികമാക്കുന്നതിന് കിട്ടുന്ന ഒരു സന്ദർഭം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഓണത്തിൻ്റെ സന്ദർഭത്തെ കാണുന്നത്. ഈ തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിലെ മന്ത്രിയായിരുന്ന സമയത്തും ഒക്കെ അത്രയേറെ തിരക്ക് ഓടി നടക്കുന്ന സമയത്തൊക്കെ ഓണമൊക്കെ ആഘോഷിക്കുന്ന രസകരമായ ഓർമ്മകളൊക്കെ കാണുമല്ലോ. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുണ്ടായപ്പോഴും കരുണാകരൻ്റെ കാലത്തൊക്കെ ഉള്ള രസകരമായ ഓണക്കാലം, ഓണവിശേഷം എന്തെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടാകുമല്ലോ. ഓണത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഓർമ്മ മനസ്സിൽ കരുതാത്ത ഒരൊറ്റയാളും ഉണ്ടാവില്ല. എൻ്റെ മനസ്സിലും ശിഥില ചിന്തകളാണ്. ഓരോ ഓണത്തിനും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ നിമിഷത്തിലുണ്ടാകുന്ന ചില ചിന്തകൾ, അതെല്ലാം ചിലപ്പം സന്തോഷമായിരിക്കാം, ചിലപ്പം പൊട്ടിച്ചിരിയായിരിക്കാം, ചിലപ്പോൾ വലിയ സങ്കടമായിരിക്കാം. അതിൻ്റെ എല്ലാം സമ്മിശ്രമായ ഒരു അന്തരീക്ഷമായിരിക്കും. ഈ ഓണത്തിന് പൊതുവെ മലയാളികൾക്ക് ഈ പുതുവസ്ത്രങ്ങളെ വസ്ത്രങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നത്, ഓണക്കോടി എടുക്കുക എന്ന് പറയുന്നത് അതൊരു മലയാളികളുടെ ഓണത്തിൻ്റെ ഒരു ഒഴിവാക്കാനാകാത്തതല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഓണക്കാലത്തൊക്കെ കുട്ടിക്കാലത്തുമൊക്കെ സ്ഥിരമായി അങ്ങനെ ഓണക്കോടികൾ ആരെങ്കിലും തരുന്നതോ സമ്മാനിക്കുന്നതോ അല്ലെങ്കിൽ ഓണക്കോടി എടുക്കുന്നതോ അങ്ങനത്തെ ഒരു പതിവുണ്ട്? അതുണ്ടല്ലോ. ഓണക്കോടി സമ്മാനിക്കുകയും ചെയ്യും, സന്തോഷത്തോടു കൂടി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. ഞാനാണെന്ന പേരിൽ ചെയ്യാവുന്ന രൂപത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ആ സമയത്ത് കൂടുതൽ ചെയ്യുകയും ചെയ്യും. അത് തന്നെ. ഈ ഓണത്തിലെ സദ്യയൊക്കെ ഇങ്ങനെ മധുരമൊക്കെ പായസമൊക്കെ ഇഷ്ടമുള്ളതാണോ? പായസം ഇഷ്ടമാണ്, പക്ഷേ ഷുഗറുള്ളവർക്ക് പായസം പറ്റില്ലല്ലോ. എന്നാലും ഓണത്തിന് ചെറുതായി ഒരു നുള്ളു പായസമൊക്കെ കുടിക്കാനൊക്കെ ഒരു ആഗ്രഹം കാണത്തില്ലേ? അത് കഴിക്കും. ഇഷ്ടം പാൽപ്പായസമാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഇതില് എങ്ങനെ പാട്ടൊക്കെ, ഓണപ്പാട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഓർമ്മയല്ലേ? ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടി. ഓർമ്മയുണ്ട്. എന്നെ കൊണ്ട് പാടിക്കരുത്. ഞാൻ നാട്ടുകാർക്ക് വിഷമം തോന്നുന്നു ഒരു കാര്യം ചെയ്യാറില്ല. എൻ്റെ പാട്ട് അവർക്ക് താങ്ങാവുന്നതിനേക്കാൾ.
എന്നാലും ഈ അമൃത വാർത്തകൾ പ്രേക്ഷകരോട് ഈ ഓണത്തിന് എന്താണ് പറയാനുള്ളത് അങ്ങേക്ക് സ്പീക്കർ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ, തൃപ്തികരമായ, ആനന്ദകരമായ, സമാധാനപരമായ ഓണം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പൊതുവെ പറയാനുള്ളത്. എന്തായാലും ഇത്രയും സമയം ഓണവിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി സ്പീക്കർ. ആയിക്കോട്ടെ.